ഓക്കെ, ഇതൊരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ആഹാ, നല്ല മണം വരുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ചെറിയ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, നല്ല സപ്പോർട്ടും തരുന്നുണ്ട്. അതിന് നിങ്ങളോട് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാള മുളകിട്ടതാണ്. അപ്പോൾ നമ്മുടെ വ്യൂവറായിട്ടുള്ളൊരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളതിനായിട്ട് 2 കിലോ ചാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ചാള വൃത്തിയായിട്ട് എടുക്കണം. അതിൻ്റെ പുറത്ത് ഈ ചെതമ്പലുണ്ടാവും, 2 സൈഡും ചെതമ്പലുണ്ടാവും, ഇങ്ങനെ ഈ കാണുന്ന പോലെ. അപ്പോൾ നമ്മളെങ്ങനെ ഇത് അരിഞ്ഞ് കളയാം. പിന്നെ ഈ വയറിൻ്റെ ഭാഗം അരിഞ്ഞ് കളയാം. പിന്നെ ഈ ചിറകിൻ്റെ ഭാഗത്തുണ്ടാവും, ഇവിടെ ഒരു ചിറക് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. ഇതിൻ്റെ വാല് കളയാം. ഓക്കെ, അപ്പോൾ നമ്മൾ മീൻ വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇനി വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഒരു 3-4 തവണ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും മതിയാവും. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉള്ളി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. ഈ കാണുന്ന പോലെ നമ്മൾ അരിഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു 4 പച്ചമുളക് ഇങ്ങനെ ഈ കാണുന്ന പോലെ നമുക്ക് അരിഞ്ഞെടുക്കാം നീളത്തിൽ. ഒരു ചെറിയ പീസ് ഇഞ്ചി ഈ കാണുന്ന പോലെ അരിഞ്ഞെടുക്കാം. ഒരു 10 അല്ലി വെളുത്തുള്ളി ഈ കാണുന്ന പോലെ അരിഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ 2 തക്കാളി ഈ കാണുന്ന പോലെ അരിഞ്ഞെടുക്കാം. ഓക്കെ, ഒരു 5-6 അല്ലി കുടപ്പുളി ഇങ്ങനെ നമ്മൾ വെള്ളത്തിലിട്ട് കഴുകി വെള്ളത്തിലിട്ട് കുതിരാൻ വയ്ക്കണം. അവസാനം അത് മീനിലേക്ക് ഇട്ട് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് കാണാം നമുക്ക്. അപ്പോൾ ഓക്കെ, നമ്മൾ അടപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചട്ടി വെച്ച് കൊടുക്കാൻ പോണേ. ചട്ടി ചൂടാവട്ടെ. ഓക്കെ, അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ, എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്കായിട്ട് 1/2 സ്പൂൺ ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിഞ്ഞ് വെച്ച് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചാണ് ചേർക്കുന്നത്. പിന്നെ അരിഞ്ഞ് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. പച്ചമുളകും ഉള്ളിയും ഇട്ട് കൊടുക്കുക അതിലേക്ക്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണേ. ഓക്കെ, നമ്മുടെ ഉള്ളി മുളകൊക്കെ വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്കായിട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ മാത്രം മതി കേട്ടോ. 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൽ. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്കായിട്ട് നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കണേ. ഇതിലേക്കായിട്ട് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം നമുക്ക്. ഓക്കെ, നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച കുടംപുളി ആ വെള്ളത്തോടു കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ ഇതിലേക്കായിട്ട് ഒരു 1/2 ലിറ്റർ വെള്ളം കൂടി ഒഴിക്കണ്ടേ. ഓക്കെ, ഇത് മതി. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പോരെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇനിയും ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഈ മിക്സുകളെല്ലാം കൂടി ചേർത്ത് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് നേരം ഇത് അടപ്പത്ത് വെച്ച് തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ കുറച്ച് നേരം നമ്മളത് മൂടി വെച്ചിട്ട് തിളപ്പിക്കുന്നുണ്ട്. ഓക്കെ, മൂടി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് നേരം നമുക്ക് കത്തിക്കാം. അപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട് ഇത് വേവണം. അപ്പോൾ ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം എന്തായിരുന്നുള്ളത്.
ആ ഓക്കെ, ഇപ്പോൾ ശരിക്കും എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ട്. മസാലകളെല്ലാം ചേർന്നൊന്ന് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ അരിഞ്ഞ് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ഇളക്കി വെച്ച് കൊടുക്കാം. ഈ ചാറിലിങ്ങനെ മുങ്ങിക്കിടക്കുന്ന വിധം കുറച്ച് നേരം കിടക്കട്ടെ, എന്നാലേ മീൻ ശരിക്കും വെന്ത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റും കൂടെ വേവിക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, ഇതൊരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ആഹാ, നല്ല മണം വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾക്ക് കയ്യിലൊന്നും ഇടാൻ പാടില്ല, മീനൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആട്ടാനേ പറ്റുള്ളൂ. ഇതിലേക്കായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും ഒഴിക്കണ്ട, കുറച്ച് മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ മീൻ മുളക് ഇട്ടത് റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കോരിയെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത്. അപ്പോൾ നമ്മുടെ മീൻ മുളക് ഇട്ടത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മണം വരുന്നുണ്ട്, നന്നായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ കൂട്ടുകാരോട് കൂടി ചോദിച്ചു നോക്കാം. വാ, 2 രൂപ കഴിച്ചു നോക്കും. ചൂടുണ്ടാവും കേട്ടോ, കൈ ഒളിക്കണ്ട. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ട് നമ്മുടെ പിള്ളേർ പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ല. സൂപ്പറായിട്ട്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.